ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു കേർഡ് റൈസാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ കേർഡ് റൈസിന് വറവിടാനായിട്ടുള്ളതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. തമിഴ് റെസിപ്പികളിലൊക്കെ സാധാരണ അവർ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് കരിഞ്ഞു പോകാതെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം വേണം നമുക്കതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ച് കാഷ്യൂ നട്ട് അതുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ പച്ചമുളക്, അതിപ്പോൾ ഒരു 4 പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് ചേർക്കാം കേട്ടോ. കുറച്ച് കിസ്മിസും കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി ഇതെല്ലാം കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. തീ എപ്പോഴും കുറച്ച് തന്നെ വേണം വെക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/4 ടീസ്പൂണുണ്ട്. ഇനി നമ്മളിതിലേക്ക് ലാസ്റ്റായിട്ട് ചേർക്കുന്നത് കുറച്ച് വറ്റൽമുളകും കായത്തിൻ്റെ പൊടിയാണ്. കായത്തിൻ്റെ പൊടി ചേർക്കുമ്പോഴാണ് കേർഡ് റൈസിന് ശരിക്കും ഒരു ഓതൻറ്റിക് ഫ്ലേവർ കിട്ടുന്നത്. അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇത് കുറച്ച് ഓവർ കുക്കായിട്ടുണ്ട്. എപ്പോഴും നമ്മൾ കേർഡ് റൈസിന് റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ച് ഓവർ കുക്ക് ചെയ്ത് വേണം എടുക്കാനായിട്ട്. കുഴഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കിപ്പോൾ തവി കൊണ്ട് ബാക്കി തന്ന് കുഴച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പാലാണ് ഒഴിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ 1 ഗ്ലാസ് പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തണുത്ത പാലാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തൈര് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതും 1 കപ്പുണ്ട്. 1 കപ്പ് തൈര് ഇപ്പോൾ നമുക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് നോക്കാം. കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ ചേർക്കുന്നില്ല. അത് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ കേർഡ് റൈസ് റെഡിയാക്കി എടുക്കാൻ. ഒത്തിരി കട്ടിയിലോ അല്ലെങ്കിൽ ഒത്തിരി ലൂസായിട്ടോ എടുക്കാൻ പാടില്ല കേട്ടോ. അതിലേക്ക് ഇനി കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്തോണേ. ഈ കേർഡ് റൈസ് റെഡിയാക്കാനായിട്ട് നമുക്ക് പൊന്നിയരിയോ ബസ്മതി റൈസോ പച്ചരിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ മട്ടയരി ഒന്നും എടുക്കരുതേ. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പൊമോഗ്രാനൈറ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ കഴിക്കുമ്പോൾ വായിലിങ്ങനെ കിടന്ന് പൊട്ടുമ്പോൾ ഒരു പ്രത്യേക രസമാണേ. ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്